നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് നിലവിൽ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉള്ളത്. അത് എല്ലാ രീതിയിലും വെട്ടിക്കുറയ്ക്കാൻ BJP തന്ത്രപൂർവമുള്ള നീക്കം നടത്തുകയാണ്. വാസ്തവത്തിൽ MK സ്റ്റാലിനോടൊപ്പം തന്നെ സിദ്ധരാമയ്യയും DK ശിവകുമാറും അണിനിരക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ദക്ഷിണേന്ത്യയിലുള്ള 130 സീറ്റുകളെ കുറയ്ക്കാൻ വേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ അവലോകന നയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ നിർണായക നീക്കം നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്നത് എങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കാം, അവർക്ക് കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ അത് നിർത്തലാക്കാം, അതുവഴി കേന്ദ്രം കൃത്യമായും ശ്രമിക്കുന്നത് അവർ പരിഗണന കൊടുക്കുന്ന അവരുടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ വ്യാപകമായി അവിടേക്ക് കൃത്യമായി റിസോഴ്സ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അമിത്ഷായുടെ ഈ ഗൂഢതന്ത്രം കൃത്യമായി മനസ്സിലാക്കിയാണ് MK സ്റ്റാലിൻ്റെ ഓരോ ചടുല നീക്കവും. പ്രതിപക്ഷ പാർട്ടികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരിക്കുകയാണ്. കോൺഗ്രസും DMKയും ഒക്കെ ഭരണത്തിലാണ്. ആന്ധ്രയിൽ BJP സഖ്യകക്ഷിയാണ് എന്ന് പറയാമെങ്കിലും TDPക്ക് കേവല ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. TDPയും നിലവിൽ ജനസേനയും ചേർന്ന് ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ BJPയുടെ MLAമാർ അപ്രസക്തമാണ്. BJPയുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ നായിഡു തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും അത് BJPക്ക് വലിയ വെല്ലുവിളിയാകും. അതുകൊണ്ട് മാത്രമാണ്, അതായത് നായിഡുവിനെ കരുതി മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ ഡീലിമിറ്റേഷൻ നടപടികൾ പൂർത്തീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ BJP താൽക്കാലികമായി ശ്രമിക്കാത്തത്. കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ ലഭിക്കാത്തത് ഏറ്റവും വലിയ തിരിച്ചടിയായി BJPക്ക് മാറുന്നത് ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ്. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിനുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഏറെ വഴിത്തിരിവാകും എന്നുള്ളതിന് സംശയമില്ല. തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്, കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്, ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. സ്റ്റാലിൻ ഒരു യോഗം വിളിച്ചു ചേർത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകമായ പ്രിവിലേജിന് വേണ്ടിയുള്ള പാർലമെൻറ്റിലേക്കുള്ള സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള MPമാർ ഒരേ സ്വരത്തിൽ തന്നെ അവർ ഡീലിമിറ്റേഷൻ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നിർത്തലാക്കേണ്ടതിൻ്റെ അനിവാര്യത പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നാൽ അതുവഴി ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമെന്നത് ജനസംഖ്യയെ കൃത്യമായി മനസ്സിലാക്കി ജനസംഖ്യ അനുപാതത്തിൽ മണ്ഡലങ്ങൾ നിശ്ചയിക്കുമെന്നതാണ്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ ഒരു നിയോജക മണ്ഡലത്തിൽ കുറഞ്ഞത് 25 ലക്ഷം ആളുകളെങ്കിലും ശരാശരിയായി ഉണ്ട്. എന്നാൽ അതുപോലെയല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ. ഇവിടെ ശരാശരി 15 മുതൽ 20 വരെയാണ്, 20 ലക്ഷം വരെയാണ് ഒരു മണ്ഡലം, ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ജനസംഖ്യ കണക്ക്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട വിഷയമായി മുഖവിലക്കെടുക്കാൻ കേന്ദ്രം തയ്യാറാകാത്തത് കൊണ്ട് തന്നെ GDPയുടെ അളവിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് നൽകുന്ന ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മുഖവിലക്കെടുക്കാതെയാണ് നിലവിൽ കേന്ദ്ര നയങ്ങൾ എല്ലാം തന്നെ വെട്ടിമാറ്റി BJPക്ക് അനുകൂല നയമുണ്ടാക്കാനുള്ള അമിത്ഷായുടെ തന്ത്രങ്ങളെ സ്റ്റാലിൻ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്.